पुलिस वाले बुलाए, इसको ले जाए, ले जाए, हटाए इसको। ഈ പരാതി DCP-യോടക്കം നേരിട്ട് ഉന്നയിച്ചിട്ടും ഈ പരാതിയിൽ നിന്ന് നടപടിയെടുക്കാനും FIR രജിസ്റ്റർ ചെയ്യാനും പോലീസ് തയ്യാറായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിന് മുന്നിൽ ഈ വിദ്യാർത്ഥിയുമായിട്ട് കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. പോലീസ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എങ്ങനെയാണോ സമരം നടത്തിയത് സമാനമായ രീതിയിലേക്ക് തന്നെ പ്രതിഷേധം കടക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ ഡൽഹി പോലീസിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് പോലീസ് ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുന്നതിനെ താൻ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യം മാധ്യമങ്ങളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് തന്നെ താൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ ശേഷമാണ് നേരിട്ട് ഇവിടെ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള വിദ്യാർത്ഥിയും അവരുടെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം തന്നെ കുത്തിയിരുപ്പ് സമരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി തുടരുന്നത് വരെ തന്നെ ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കാൻ മറ്റു പല നീക്കങ്ങൾ കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ കൂടി പോലീസ് സ്റ്റേഷൻ ലംഘനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കൂടി രാഹുൽ ഗാന്ധി നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു പോലീസ് സ്റ്റേഷൻ DSPയുടെ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷന് മുമ്പിൽ വന്നിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഈ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയണമെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി നേരിട്ട് സഭയിലും സഭയ്ക്ക് പുറത്തുമടക്കം ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ പോലും ഈ കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. മറ്റൊന്ന് ഈ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥി ഈ മാസം 14-ാം തീയതി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് തന്നെ നേരിട്ട് പരാതി നൽകിയിരുന്നു. പിന്നീട് ആ പരാതിയിൽ മേൽ നടപടി സ്വീകരിച്ചില്ല. FIR രജിസ്റ്റർ ചെയ്യാനും പോലീസ് തയ്യാറായിരുന്നില്ല. അതിനുശേഷം 17-ാം തീയതി ഇമെയിൽ സന്ദേശം വഴിയും ഈ വിദ്യാർത്ഥി വീണ്ടും പരാതി നൽകുകയായിരുന്നു. ഇതുവരെയും പരാതി സ്വീകരിക്കാത്തതോടുകൂടി FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് കൊണ്ട് തന്നെ വിദ്യാർത്ഥിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും നടപടി സ്വീകരിക്കണം, FIR എടുക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ DSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ അക്കാര്യം അംഗീകരിക്കാൻ പോലീസ് തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നത്. അതേസമയം വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വലിയ തോതിലുള്ള സുരക്ഷ അടക്കം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നും താൻ പിന്നോട്ട് പോകില്ല. തന്റെ ആവശ്യം ഈ വിദ്യാർത്ഥിയുടെ പരാതി അത് അംഗീകരിക്കുകയും FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസന്വേഷണത്തിലേക്ക് അടക്കം കടക്കുന്നത് വരെ താൻ ഇവിടെ തന്നെ കുത്തിയിരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. എന്തായാലും ഇനി വലിയൊരു സമരമുഖത്തേക്ക് തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. കാരണം നേരത്തെ നിലവിൽ അക്കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാതെയാണ് പോലീസ് മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് DSP മറുപടി നൽകിയിട്ടില്ല. ഇക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും ആവശ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പാർലമെന്റ് സമ്മേളനത്തിന് നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ വിദ്യാർത്ഥിയുമായിട്ട് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയും ഈ വിദ്യാർത്ഥിയുടെ മേലുള്ള പരിക്ക് അടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ പരാതി അടക്കം നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പരാതിയിൽ മേൽ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പരാതിയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടക്കം എതിരെയാണ് ഈ പരാതിയുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കാനാകില്ല എന്നുള്ളൊരു മട്ടിലേക്കാണ് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കാൻ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിലെ മുമ്പിൽ ഇപ്പോൾ ഒരു 15 മിനിറ്റോളമായിട്ട് രാഹുൽ ഗാന്ധി കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഈ പരാതിയുമായിട്ട് എത്തിയിട്ടുള്ള വിദ്യാർത്ഥി കൂടി രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ട്. നമുക്കറിയാം ഈ വിദ്യാർത്ഥിയുടെ കണ്ണിനും അതോടൊപ്പം തന്നെ കൈകാലുകൾക്കൊക്കെ തന്നെയും സാരമായിട്ട് തന്നെ പരിക്ക് ഏറ്റിരുന്നതാണ്. ഈ പരിക്ക് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥിയുടെ കാഴ്ച പരിധി നഷ്ടപ്പെടുന്ന രീതിയിലേക്കടക്കം വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും
പോലും ഈ വിദ്യാർത്ഥി നേരിട്ട് പോലീസ് സ്റ്റേഷനിലും ഇമെയിൽ സന്ദേശം വഴി നൽകിയിട്ടുള്ള പരാതിയിന്മേൽ ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയോ വ്യക്തതയോ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പാർലമെന്റ് സ്ട്രീറ്റിലെ ഓഫീസിലെ DSP ഉദ്യോഗസ്ഥരുമായിട്ടടക്കമാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഈ വിഷയത്തിൽ നടപടി വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി ആയതുകൊണ്ട് തന്നെ സസൂക്ഷ്മം മാത്രമേ ഈ പരാതിയെ കൈക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് ഏതൊരു പൗരനും പരാതി നൽകാനും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുമുള്ള അധികാരവും അതോടൊപ്പം തന്നെ അവകാശവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതി സ്വീകരിക്കണം, സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിൽ ഈ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതിഷേധം ഇവിടെ നിന്ന് അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യമാണ് നിൽക്കുന്നത്. നേരത്തെ സമവായ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് പോലീസ് സ്റ്റേഷനിലെ മുന്നിൽ എത്തിക്കൊണ്ട് ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയാണ്. അങ്ങ് ഇവിടെ നിന്ന് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് പോകണം, പിരിയണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തൻ്റെ ആവശ്യം ഈ വിദ്യാർത്ഥിയുടെ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതില്ലാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള മറുപടി വേണം. DSPയും അതോടൊപ്പം തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഈ FIR-മേലുള്ള ഈ നടപടി അത് കൃത്യമായിട്ട് സ്വീകരിക്കുകയും വേണമെന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും സമവായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നടന്നപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നപ്പോഴും പോലീസ് പലതവണ സമവായ ചർച്ചകൾ നടത്തുകയുണ്ടായി. പക്ഷേ അത് അംഗീകരിക്കുന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാക്കൾ ഒന്നും തന്നെ കടന്നില്ല. പിന്നീട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എത്തുകയും ഒരു സമവായ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പക്ഷേ ആ ചർച്ചയും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതോടുകൂടിയാണ് ഫലപ്രയോഗത്തിലെ രാഹുൽ ഗാന്ധിയെ മറ്റു നേതാക്കളെയൊക്കെ തന്നെ ഈ പോലീസ് അവിടെ നിന്നും മാറ്റിയിരുന്നത്. സമാനമായിട്ടുള്ളൊരു രീതിയിലേക്ക് ഇനി പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പോലീസ് സ്റ്റേഷനിലെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ थोड़ा नहीं, मैं पूरे पीछे हो जाऊँ। तुमने बोल दिया ना।